ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓണം സ്പെഷ്യൽ പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിന്റെ റെസിപ്പിയാണ്. വേറെ ഒന്നും അല്ല കേട്ടോ, പിങ്ക് പായസം. വളരെ എളുപ്പത്തിൽ നമുക്കിത് സേമിയയും പഞ്ചസാരയും പാലും ഒക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ കാണാം, അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിപ്പോ ഒരു പാനില് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോ ഇതിലേക്ക് 1 കപ്പ് സേമിയയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സേമിയ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. നിങ്ങൾ വാങ്ങിച്ച സേമിയ ഓൾറെഡി വറുത്തെടുത്ത സേമിയ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ. സേമിയ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പതാ നമ്മുടെ സേമിയ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 4 കപ്പ് പാലാണ് കേട്ടോ ചേർക്കുന്നത്. അതായത് 1 ലിറ്റർ പാലാണ് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോ ഒരു 1/2 കപ്പോളം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഈ സേമിയ ഒന്ന് വേവുന്നത് വരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് സേമിയൊക്കെ നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് തിളച്ചു പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ സേമിയൊക്കെ നല്ല പോലെ കുക്കായി പായസമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഇതിനെ പിങ്ക് പായസം ആക്കി എടുക്കാനും വേണ്ടിയിട്ട് വേറൊരു പാനിൽ ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയെ ഇനി നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഇപ്പൊ ആദ്യം നമ്മൾ പഞ്ചസാര മെൽറ്റ് ആവുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ പഞ്ചസാര കളർ ചേഞ്ച് ആയി ഒരു യെല്ലോ കളർ ആയിട്ട് വരാൻ തുടങ്ങുമ്പോൾ തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കണം കേട്ടോ. ഇതാ കണ്ടപ്പോ പഞ്ചസാര കളർ ചേഞ്ച് ആയി ഒരു യെല്ലോ കളർ ആയിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജ് ആവുമ്പോഴത്തേക്കിന് തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക. ഇല്ലെങ്കിൽ പഞ്ചസാര കാരമൽ കരിഞ്ഞു പോയിട്ട് പായസത്തിന് മൊത്തത്തിൽ കയ്പ്പ് രസം വരും. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ പഞ്ചസാര മുഴുവനും മെൽറ്റ് ആയി പഞ്ചസാര കാരമൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര കാരമൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും പായസം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിക്കാന്നേ ഉള്ളൂ. എന്നിട്ട് ഈ കാരമലൈസ്ഡ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഈ പഞ്ചസാര കാരമൽ പായസമായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ പഞ്ചസാര കാരമൽ പായസമായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തിടാം. 1 ടേബിൾ സ്പൂൺ നെയ്യിലാണ് ഞാനിപ്പോ ഈ കാഷ്യൂ നട്ട്സും അതുപോലെ റൈസിൻസും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പായസം സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ പിങ്ക് പായസം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പൊ ഓണമൊക്കെ അല്ലേ, എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോ ഇതിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കാരമൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കാരമൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല സെറ്റ് ആയിട്ടുള്ള പഞ്ചസാര കാരമലാണ്.
പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.